എല്ലാവർക്കും നമസ്കാരം. അധികം ഇൻട്രൊഡക്ഷൻ എന്ന് പറയാണ്ട് മനോഹരമായ ഒരു കൃഷ്ണാനുഭവം കേട്ടാലോ? ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ. എനിക്കുണ്ടായിട്ടുള്ള ഒരു അനുഭവം ഞാൻ പങ്കുവെക്കുകയാണേ. എനിക്ക് 50 വയസ്സായി. ഞാൻ പ്രീ ഡിഗ്രി വരെ മാത്രമേ പഠിച്ചിട്ടുള്ളൂ. പിന്നെ ഇത്ര വർഷങ്ങളായി ഞാൻ വായനയോ എഴുത്തോ ഒന്നും ഇല്ലാതെ ഇരിക്കുകയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ എഴുത്തും വായനയും അറിയില്ല. മറന്നുപോയി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. സത്യം പറഞ്ഞാൽ അംഗനവാടിയിലെ പിള്ളേർക്ക് എന്നേക്കാൾ അറിവുണ്ട്. അമ്പലത്തിലും പോവില്ല, നാമം ചൊല്ലുക ഒന്നും ചെയ്യില്ല. അമ്മയും ചേച്ചിയാണെങ്കിൽ നാമവും അമ്പലവും മാത്രമാണ് അവർക്കുള്ളത്. ഞാൻ മറിച്ചും. എനിക്ക് രോഗങ്ങൾ കുറേയുണ്ട്. അമ്മ ചൊല്ലുന്നത് കേട്ട് ഞാൻ അത്ഭുതപ്പെടും. ഇതൊക്കെ എങ്ങനെയാണ് അമ്മ ചൊല്ലുന്നത് എന്ന് ചോദിക്കും. അങ്ങനെ കഴിഞ്ഞ കൊല്ലത്തെ ഏകാദശിക്ക് എന്നെ അമ്മയും ചേച്ചിയും അച്ഛനും കൂടി ഗുരുവായൂരമ്പലത്തിൽ കൊണ്ടുപോയി. വൈകുന്നേര സമയത്താണ് കൊണ്ടുപോയത്. എനിക്ക് വയ്യായികളൊക്കെ അനുഭവപ്പെട്ടു. എങ്ങനെയോ ഭഗവാന്റെ നാലമ്പലത്തിൽ കയറി തൊഴുതു പോന്നു. അവിടുന്ന് പോന്നേ പിന്നെ എൻ്റെ മനസ്സിൽ ഭഗവാനെ വിളിക്കണമെന്ന് തോന്നൽ വന്നു. എനിക്കാണെങ്കിൽ തറ പറ പോലും വായിക്കാൻ അറിയില്ല. അങ്ങനെ ചെറിയ ചെറിയ പുസ്തകം വായിച്ചു തുടങ്ങി. പതുക്കെ പതുക്കെ വിഷ്ണു സഹസ്രനാമം ചൊല്ലാൻ തുടങ്ങി. എനിക്കൊരു അത്ഭുതം മാത്രമായിട്ടാണ് ഞാൻ കരുതിയത്. അങ്ങനെ ഭഗവത്ഗീതയും ചൊല്ലി. പക്ഷേ ഇന്നാണ് ഒരു അത്ഭുതം ശരിക്കും നടന്നത്. ഞാൻ നാരായണീയം ചൊല്ലി അവസാനിപ്പിച്ചു എന്ന്. പേടിയായിരുന്നു. നാരായണീയം ചൊല്ലാൻ പറ്റുമോ എന്നുള്ള പേടി മനസ്സിൽ നന്നായി ഉണ്ടായിരുന്നു. ഞാൻ ഉണ്ണിക്കണ്ണനെ അവിടെ പോയി കണ്ടതിന് ശേഷം എൻ്റെ മകനായിട്ടാണ് ഞാൻ മനസ്സിൽ കരുതിയിരിക്കുകയല്ല, എൻ്റെ മകൻ തന്നെയാണ്. ഞാനെന്നും രാത്രി 8 മണിയാവുമ്പോൾ ഭഗവാനെ പാടി അമ്മിഞ്ഞപ്പാൽ കൊടുത്ത് പാടി ഉറക്കുന്നത് സങ്കല്പിക്കും. നാമങ്ങൾ ചൊല്ലുമ്പോൾ അമ്മയുടെ പൊന്നു അമ്മയുടെ നാവിൽ വന്ന് ചൊല്ലിത്തരണേ, അമ്മയുടെ മാറിൽ കിടന്ന് ആ അമ്മിഞ്ഞപ്പാൽ കുടിക്കണേ, അമ്മയുടെ നാവിൽ വന്ന് പാടിത്തരണേ എന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ വായിക്കാനിരിക്കുന്നത്. ഭഗവാൻ ആ പ്രാർത്ഥന കേട്ടു. ശരിക്കും അത്ഭുതം തന്നെയാണ് നടന്നത്. ഭഗവാൻ എന്നെ അമ്മയായി കണ്ടു. ഇന്നു മുതലേ എനിക്ക് രോഗങ്ങൾ ഉണ്ടാവില്ലെന്ന് തീർച്ചയായും മനസ്സിൽ കാണുന്നു. എൻ്റെ മകൻ എൻ്റെ കൂടെ ഉണ്ടാവുമ്പോൾ നമ്മൾ എന്തിനാ പേടിക്കുന്നത്? അത്രയും സന്തോഷത്തോടെയാണ് ഞാൻ നിങ്ങളിലേക്ക് ഇത് പകരുന്നത്. കോടാനുകോടി നന്ദി എൻ്റെ ഗുരുവായൂരപ്പ. എൻ്റെ കണ്ണ, എൻ്റെ പൊന്നുമകനെ പലവട്ടവും നാരായണീയം പകുതി വെച്ച് നിർത്തിയിട്ടുണ്ട് അസുഖം മൂലം. പക്ഷേ അതെല്ലാം ഭേദിച്ച് നാരായണീയം ചൊല്ലിത്തീർക്കാൻ പറ്റിയതിൽ ഞാൻ പുണ്യവതിയാണ്. ഭഗവാന്റെ അമ്മയാണ് ഞാൻ. എൻ്റെ മകനാണ് എൻ്റെ ഉണ്ണിക്കണ്ണൻ. എല്ലാവർക്കും അമ്മമാർക്ക് മകനാണല്ലേ ഉണ്ണിക്കണ്ണൻ. അപ്പോൾ അത്രയും സ്നേഹമല്ലേ? ആ സ്നേഹം തുളുമ്പുന്ന വാക്കുകളിലൂടെയല്ലേ ഈ അനുഭവം കേട്ടത്. അതാണ് ഞാൻ ഇതിനധികം ഇൻട്രൊഡക്ഷൻ ഒന്നും കൊടുക്കാഞ്ഞത്. അവസാനം പറയാം, നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് വരാം. ജോയിൻ ബട്ടണിലൂടെ വരണം. യൂട്യൂബ്, ഫേസ്ബുക്ക് കമൻറ്റ് ബോക്സിൽ ഡീറ്റെയിൽസ് ഉണ്ടാവും. ഈ അനുഭവം എല്ലാവരിലേക്ക് എത്തിക്കുക കേട്ടോ. അത്ര മനോഹരമായ അനുഭവമായിരുന്നു. ഹരേ കൃഷ്ണ.